ഇങ്ങനെ പിന്നെങ്ങനെ? ഇസ്രയേൽ മനഃപൂർവ്വം അവരുടെ 1450 ആൾക്കാരെ കുരുതി കൊടുത്തതാണോ, സാക്രിഫൈസ് ചെയ്തതാണോ? ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്താൽ മുസ്ലിം വേൾഡ് എന്ത് ചെയ്യും? ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്താൽ അമേരിക്ക എന്ത് ചെയ്യും? ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്താൽ റഷ്യയും ചൈന എന്ത് ചെയ്യും? നമസ്കാരം, ഇങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ സ്വാഗതം. ഇതൊക്കെ നോക്കാനായിട്ട് മുമ്പ് നമുക്ക് ആദ്യം ഇസ്രയേൽ എന്ന രാജ്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്രയേലും ജ്യൂസും അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 94 ലക്ഷം ആൾക്കാരാണ് ഇസ്രയേലിലുള്ളത്. അത് നമ്മളെ കേരളമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ കേരളത്തിൽ 3,60,00,000 ആൾക്കാരുടെ മേലെയുണ്ട്. അതായത് 4 ഇരട്ടി ആൾക്കാർ കേരളത്തിലുണ്ട്. എന്നാൽ കേരളത്തിന്റെ ലാൻഡ് മാസിന്റെ പകുതിയാണ് ഇസ്രയേലിന്റെ ലാൻഡ് മാസ് ഉള്ളൂ. അതായത് കേരളത്തിനെക്കാട്ടും പകുതി സൈസാണ് ഇസ്രയേൽ എന്ന രാജ്യത്തിനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്ര ചെറിയ രാജ്യമാണ്. എന്നാൽ നമുക്കിപ്പോ ഇന്ത്യക്ക് നമ്മുടെ നോർത്തില് പാകിസ്ഥാനിലുണ്ട് ഭയങ്കര തലവേദനയാണ്. അവരവിടെ ഉള്ളതുകൊണ്ട് അതിർത്തിയിൽ എന്നും പ്രോബ്ലമാണ്. ഇസ്രയേലിനാണെങ്കിൽ അവരെ ചുറ്റും എനിമീസാണ്. അവരെ ചുറ്റുള്ള രാജ്യങ്ങളിൽ മുഴുവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത്. ഇസ്രയേലിന്റെ പോപ്പുലേഷൻ 94 ലക്ഷം. ലോകത്തിലുള്ള ആകെയുള്ള ജ്യൂസ് എന്ന് പറഞ്ഞത് 1.6 ക്രോറാണ്. ആകെയുള്ള മുസ്ലിംസ് എന്ന് പറഞ്ഞത് 200 കോടിയാണ്. ഇപ്പൊ ഈ 200 കോടി മുസ്ലിംസ് ആണ് ഈ 1.6 ക്രോർ ജ്യൂസിനെതിരായിട്ട് നിൽക്കുന്നത്. എന്നാൽ അവര് അഗ്രഗണ്യന്മാരാണ്. ലോകത്തിലുള്ള നൊബേൽ പ്രൈസസിൽ 201 നൊബേൽ പ്രൈസസ് കിട്ടിയുള്ള ജ്യൂസിനാണ്. കമ്പയർ ടു മുസ്ലിംസിന് കിട്ടിയുള്ളത് 15 നൊബേൽ പ്രൈസസ് ആണ്. അതിന് നാണക്കേടാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യം. നമുക്ക് കിട്ടിയുള്ളത് 9 നൊബേൽ പ്രൈസസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്ര സ്മാർട്ടാണ് ജ്യൂസ്. 201 നൊബേൽ പ്രൈസസ് കമ്പയർഡ് ടു ഇന്ത്യസ് 9 നൊബേൽ പ്രൈസസ്. തിങ്ക് ഓഫ് ഇറ്റ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇസ്രയേൽ ഈ 1450 ആൾക്കാരെ സാക്രിഫൈസ് ചെയ്ത് പറയുന്നത് നോക്കാം. ഒക്ടോബർ 7 ഹമാസ് വന്നിട്ട് ഓൾമോസ്റ്റ് 1200 ആൾക്കാരെ കൊന്നു, 251 ആൾക്കാരെ ഹോസ്റ്റേജായി കൊണ്ടുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മൊസാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസി ഇല്ല. അവരിപ്പോ ലെബനിൽ നടത്തിയ പേജർ അറ്റാക്ക് നോക്കൂ, എത്ര പ്ലാനിങ് ഉണ്ടായിരിക്കും ചെയ്യാനായിട്ട്. എന്നാൽ ഈ ഹമാസ് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തപ്പോ 100 കണക്കിന് ആൾക്കാരാണ് ഒരുമിച്ച് അറ്റാക്ക് ചെയ്തത്. 100 കണക്കിന് ആൾക്കാർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൊസാദിന് അതിന്റെ ഒരു വിൻഡ് പോലും കിട്ടിയില്ല എന്നുള്ളത്? ഒരു ലോൺ ബോംബർ അല്ല, 100 കണക്കിന് ആൾക്കാരുടെ ഓപ്പറേഷൻ മൊസാദ് അറിഞ്ഞില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിന് വേറൊരു കാരണം ഞാൻ പറയാം. കേരളത്തിന്റെ പകുതി സൈസല്ലേ ഇസ്രയേലുള്ളൂ. എന്നിട്ട് അവരുടെ ആർമി 4 മണിക്കൂർ എടുത്തു റിയാക്ട് ചെയ്യാനായിട്ട്. 4 മണിക്കൂർ നടന്നു പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ ആർമി എന്തെങ്കിലും റിയാക്ട് ചെയ്ത്. അപ്പൊ പിന്നെ ചോദ്യം വരുന്നത് എന്താണ്? എന്തിന് ഇസ്രയേൽ ഈ 1450 ആൾക്കാരെ സാക്രിഫൈസ് ചെയ്തു? അതിനൊരു പ്രധാന കാരണമുണ്ട്. ഒന്ന്, എല്ലാ കൊല്ലവും ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഹമാസും ഹെസ്ബുള്ളയും ഒക്കെ കൂടി ഇസ്രയേലിലേക്ക് അയക്കുന്നത്. എല്ലാ കൊല്ലവും 1000, ചില കൊല്ലങ്ങളിൽ 2000, 3000, 4000 റോക്കറ്റൊക്കെ അയച്ച കൊല്ലങ്ങളുണ്ട് ഇസ്രയേലിലേക്ക്. അവർ അയൺ ഡോം ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ അയൺ ഡോം ഇല്ലെങ്കിൽ ഈ റോക്കറ്റുകൾ മുഴുവൻ അവിടെ വീണ അവരെന്താ ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് വരെ എല്ലാ കൊല്ലവും ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അവർക്ക് മടുത്തു ഈ റോക്കറ്റ് കാരണം, റോക്കറ്റ് വീണിട്ട്. രണ്ടാമത് അവർക്ക് വേറൊരു ടെൻഷൻ ഉണ്ട്. ഇറാൻ ആണെങ്കിൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എങ്ങാനും അതിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന് കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം ഒറ്റ മിസൈൽ മതി ഇസ്രയേലിൽ ഇല്ലാണ്ടാവാനായിട്ട്. എന്നാൽ ഈ ഹെസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഹൂത്തീസിന്റെയും ഒക്കെ പിന്നിൽ ഇറാനാന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരാണ് ഈ പ്രോക്സി വാർ ഫൈറ്റ് ചെയ്യുന്നത്. വൺസ് ആൻഡ് ഫോർ ഓൾ ഈ ഇറാന്റെ ശല്യം ഒഴിവാക്കണം. പക്ഷെ ഈ പ്രോക്സി വാർ ആയതുകൊണ്ട് നേരിട്ട് പോയി തല്ലാനും പറ്റില്ല. അറ്റ് ദ സെയിം ടൈം റോക്കറ്റ് വീണിട്ട് 1-2 ആൾക്കാർ മരിക്കുമ്പോൾ ഒരു യുദ്ധത്തിന് പോയാൽ ലോകത്തിലുള്ള ബാക്കി രാജ്യങ്ങൾ ആരും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അതിന് അവർ മനഃപൂർവ്വമാണ് അവരുടെ 1450 ആൾക്കാരെ സാക്രിഫൈസ് ചെയ്തത്. ഒന്ന് ആലോചിച്ചോ, കേരളത്തിൽ ഒരു ദിവസം വന്നിട്ട് 5000 ആൾക്കാരെ കൊല്ലുന്നത് തുല്യാണ് ഇസ്രയേലിൽ 1300 ആൾക്കാരെ കൊല്ലുന്നത്. അതായത് 5000 ആൾക്കാരെ കൊല്ലുക, വേറെ 1000 ആൾക്കാരെ ഹോസ്റ്റേജായി കൊണ്ടുപോവുക. ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 1,50,000 ആൾക്കാരെ കൊല്ലുന്നതിന് തുല്യമാണ്. അമേരിക്കയിലാണെങ്കിൽ 50,000 ആൾക്കാരെ കൊല്ലുന്നതിന് തുല്യമാണ്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം 3000 ആൾക്കാർ മരിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന് അവർ പപ്പടാക്കിയില്ലേ അവർ കൊണ്ടുപോയിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇസ്രയേൽ ഈ 1450 ആൾക്കാരെ സാക്രിഫൈസ് ചെയ്ത് ഈ വാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസണിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവർ നേരെ പോയിട്ട് ഹമാസിനെ അറ്റാക്ക് ചെയ്തു. ഹമാസിനെ അറ്റാക്ക് ചെയ്തപ്പോ ഇപ്പോഴത്തെ ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചു. അപ്പൊ അവർക്ക് രണ്ടാമതൊരു കാരണം കിട്ടി. ഈ ഹിസ്ബുള്ളനെയും ഹമാസിനെയും കൺട്രോൾ ചെയ്യുന്ന ഇറാനാണ്. പക്ഷെ ഇറാനായിട്ട് നേരിട്ട് വാർ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ അവർ വെയിറ്റ് ചെയ്തിട്ട് ഹമാസിന്റെ ലീഡറെ ഇറാനിൽ വെച്ചിട്ട് കൊന്നു. അതെന്തിനാ ചെയ്തത്? ഇറാനെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് ഒരു വാർ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇറാൻ ആണെങ്കിൽ ഒരു കുറച്ച് മിസൈൽ അയച്ചിട്ട് പറഞ്ഞു, അതും ഡ്രോൺ അയച്ചിട്ട് ഫുൾ വാൺ ചെയ്ത് ഞങ്ങൾ ഡ്രോൺ അയച്ചിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇനി യുദ്ധത്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ മിണ്ടാണ്ടിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും ഹെസ്ബുള്ളയുടെ ലീഡറെ കൊന്നു. അപ്പൊ ഇറാന് നിവൃത്തിയില്ല. ഇറാൻ ഇപ്പൊ മിസൈൽ അയച്ചിട്ട് ഈ കാരണം ഉപയോഗിച്ചിട്ട് ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എന്റെ അഭിപ്രായത്തിൽ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് അവര് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി തകർക്കാനുള്ള എല്ലാ ശ്രമവും ചെയ്യും. എളുപ്പമായിരിക്കില്ല, എങ്കിലും തകർത്തില്ലെങ്കിലും ഒരുപാട് കൊല്ലം ബാക്കിലേക്ക് അയക്കാൻ പറ്റും അവരുടെ കേപ്പബിലിറ്റീസ്. അതിനും പുറമെ അത് സാധിച്ചില്ലെങ്കിൽ അവരുടെ ഓയിൽ റിഫൈനറീസ് മുഴുവൻ അല്ലെങ്കിൽ ഓയിൽ വെൽസ് മുഴുവൻ കത്തിക്കാൻ പറ്റും. പിന്നെ വേറെ ചോദ്യം വരുന്നത്, ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്താൽ ബാക്കിയുള്ള മുസ്ലിം കൺട്രീസ് എന്താ ചെയ്യാന്നുള്ളതാണ്. ഈ മുസ്ലിം വേൾഡ് ഇസ് ഡിവൈഡഡ് ഇൻടു ടു, ഷിയാസ് ആൻഡ് സുന്നീസ്. 70-80% എത്ര ആൾക്കാർ സുന്നീസ് ആണ്, ബാക്കിയുള്ളവരെ ഷിയ കൂടി 3 രാജ്യങ്ങളുള്ളൂ: ഇറാൻ, ഇറാഖ്, അസർബൈജാൻ. ബഹ്റൈനിലും കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഷിയയും സുന്നിയും തമ്മിലാണ് ഏറ്റവും വലിയ അടി. സൗദി അറേബ്യക്ക് ഏറ്റവും പേടി ഇസ്രയേലിനെക്കാട്ടും പേടി ഇറാനിയാണ്. ഇറാൻ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്താൽ സൗദി അറേബ്യയുടെ ഉറക്കം പോകും. അപ്പൊ സൗദി അറേബ്യയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ UAE ആവശ്യമാണ് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ പാടില്ല എന്നുള്ളത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ ഇസ്രയേൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി തകർക്കുകയാണെങ്കിൽ സൗദി അറേബ്യക്ക് അതാണ് ആവശ്യം. കാരണം ഇനി സൗദി അറേബ്യ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോ അവര് യമനിലെ ഹൂത്തീസ് ആയിട്ട് ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. UAE ആ വാറിൽ തുടക്കത്തിലുണ്ടായിരുന്നു. ആ ഹൂത്തീസിനെയും ആമയുന്നത് ഇറാനാണ്. അപ്പൊ ഇൻഡയറക്ട്ലി ഒരു പ്രോക്സി വാർ ഓൾറെഡി നടക്കുന്നുണ്ട് ഇറാനായിട്ട്. അപ്പൊ ഇസ്രയേൽ ഇറാനെ പറ്റേക്കുകയാണെങ്കിൽ സൗദിയും ബാക്കിയുള്ള രാജ്യങ്ങളും ഒന്നും മിണ്ടില്ല. കാരണം അവരുടെ ഒറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ, അവരുടെ ഓയിൽ ഫെസിലിറ്റീസ് ഇറാൻ തകർക്കാൻ പാടില്ല. ഇറാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവര് ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിന്റെ ഓയിൽ ഫെസിലിറ്റി ടാർഗറ്റ് ചെയ്യുന്നു. അവർക്ക് അത് മാത്രം പ്രോബ്ലം ഉള്ളൂ, അവർക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന താല്പര്യമായിരിക്കും. പിന്നെ വരുന്നത് റഷ്യയാണ്. റഷ്യ ഇപ്പോൾ ഇറാന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്, പക്ഷെ റഷ്യക്ക് സാധിക്കില്ല. കാരണം റഷ്യ ഓൾറെഡി ഉക്രൈനിൽ അവർ സ്പ്രെഡ് തിൻ, അവർക്ക് അവരുടെ ഫെസിലിറ്റീസ് മുഴുവൻ ഉക്രൈനിൽ വേണം. അപ്പൊ അവർക്ക് ഇറാന്റെ കൂടെ നിൽക്കാൻ ഇപ്പൊ സാധിക്കില്ല. പിന്നെ വരുന്നത് ചൈനയാണ്. ചൈന ഫൈനാൻഷ്യൽ ഇപ്പോൾ ട്രബിൾ സ്റ്റേറ്റിലാണ്, അവരുടെ ഇക്കോണമി തന്നെ പൊന്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊരു വാറിൽ ഇടപെടുകയാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർക്കറിയാം എൻറ്റയർ വെസ്റ്റേൺ വേൾഡ് ഇറാന്റെ കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവരൊരു ഇറാന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവര് ബാക്കിയുള്ള വെസ്റ്റേൺ വേൾഡിന്റെ എഗൻസ്റ്റ് ആയിട്ട് ഒരു വാറിൽ ഏർപ്പെടണം. അത് ഇറ്റ് വിൽ നോട്ട് ബി എ വൈസ് ഡിസിഷൻ ഫോർ ചൈന അറ്റ് ദ മൊമെന്റ്. പിന്നെ വരുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ ഇസ്രയേലിന് ഈ ടൈമിംഗ് ആപ്റ്റ് ആക്കിയുള്ളത്. കാരണം അടുത്ത 40 ഡേയ്സിൽ ഇവിടെ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അമേരിക്കയിലാണെങ്കിൽ 2.4% ജ്യൂസ് ആണ്. ഈ ജ്യൂസ് മെജോറിറ്റി ആൾക്കാർ ഡെമോക്രാറ്റ്സ് ആണ്. പക്ഷേ ട്രംപ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ ആണ്. അപ്പോ കമല ഹാരിസ് ജയിക്കണമെങ്കിൽ അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ നിന്നേ സാധിക്കുള്ളൂ. എങ്ങാനും ഇസ്രയേലിന്റെ കൂടെ നിന്നില്ലെങ്കിൽ എല്ലാ ജ്യൂസിന്റെ വോട്ടും ട്രംപിന് ഫുള്ളായിട്ട് മാറും. അത് സാധിക്കില്ല. ഇസ്രയേലിന്റെ ഈ ടൈമിംഗ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. കാരണം അമേരിക്കയ്ക്ക് ഒരു നിവൃത്തിയില്ല, ജ്യൂസിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റില്ല, അല്ലെങ്കിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അമേരിക്ക എത്രയോ 43,000 എത്ര സോൾജേഴ്സ് ഇപ്പൊ തന്നെ മിഡിൽ ഈസ്റ്റിൽ വന്ന് നിൽക്കുന്നുണ്ട്. എത്രയോ നേവൽ ഫ്ലീറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാന്റെയും ഇസ്രയേലിന്റെയും കേപ്പബിലിറ്റീസ് നോക്കുക. ഇസ്രയേലിന് ആകെ കൂടിയുള്ളത് 7 lakh സോൾജേഴ്സ് ആണ്, ഇറാനുള്ളത് 12 lakh സോൾജേഴ്സ് ആണ്. എന്നാൽ ഇസ്രയേലിലുള്ള എല്ലാവരും ആർമിയിൽ ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ്. ഈ 94 ലക്ഷം ആൾക്കാർ മാൻഡറ്ററി ആർമി ട്രെയിനിങ് കഴിഞ്ഞുള്ള ആൾക്കാരാണ്. അപ്പൊ എവ്രിബഡി ഇസ് എക്വിപ്ഡ്. അതിനും പുറമെ ഈ ആർമിയുടെ സ്ട്രെങ്ത് കൊണ്ട് ഒന്നും നേടാനില്ല. കാരണം എന്തുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് വാർ നടക്കാൻ പോകുന്നില്ല ഇസ്രയേലും ഇറാനും തമ്മിൽ. കാരണം അവരെ നടുക്കിൽ ഒരുപാട് രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ കൂടി അറ്റാക്ക് വരാൻ പോകുന്നത് എയർ വഴിയാണ്. രണ്ടാൾക്കാർ എയർഫോഴ്സിന്റെ സ്ട്രെങ്ത് ആണ് മാറ്റർ ചെയ്യാൻ പോകുന്നത്. എയർഫോഴ്സിന്റെ സ്ട്രെങ്ത് നോക്കുമ്പോൾ ഇറാന്റെ എയർഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1970 മുമ്പുള്ള പ്ലെയിൻസ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. കാരണം ഇറാനിലെ റെവല്യൂഷൻ നടന്നതിന് ശേഷം ഒരു വെസ്റ്റേൺ കൺട്രിയും അവർക്ക് ഒരു വെപ്പണും വിട്ടിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഇസ്രയേലിന്റെ എയർഫോഴ്സ് ലേറ്റസ്റ്റ് ആണ്. അതിനും പുറമെ അമേരിക്കയുടെ എയർഫോഴ്സ് മുഴുവൻ ഇസ്രയേലിന്റെ കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഇറാനുള്ള ആ കൂടുതൽ സ്ട്രെങ്ത് അവർക്ക് ഒരുപാട് ഡ്രോൺസ് ഉണ്ട്. പക്ഷെ അമേരിക്കക്കാരും ഇസ്രയേലും കൂടി ബോംബിട്ട് തകർത്ത പിന്നെ എങ്ങനെ ഡ്രോൺ പൊന്തുക? അപ്പൊ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ദർ വിൽ ബി എ ബിഗ് വാർ. ഇറാനെ പപ്പടാക്കി കളയും, അവരെ ന്യൂക്ലിയർ ഫെസിലിറ്റി തകർത്ത് കളയും. അല്ലാണ്ട് ഇസ്രയേലിന് ജീവിക്കാനുള്ള നിവൃത്തിയില്ല. മിഡിൽ ഈസ്റ്റിൽ പീസ് വരണമെങ്കിൽ ഇറാന്റെ കേപ്പബിലിറ്റീസ് എല്ലാം കുറയണം. ഇറാൻ ഒരു റോഗ് സ്റ്റേറ്റ് ആണ്.
പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒക്ടോബർ 7ന് ഹമാസ് അറ്റാക്ക് ചെയ്തതെന്ന് അറിയോ? എബ്രഹാം അക്കോർഡ് വഴി ഇസ്രയേലും എല്ലാ സുന്നി കൺട്രീസും തമ്മിൽ പീസ് ട്രീറ്റി വന്നിരിക്കുന്നു. UAE ഒപ്പിട്ടു, ബഹ്റൈനായിട്ട് ഒപ്പിട്ടു, സൗദി അറേബ്യയുടെ ഒപ്പിടാൻ പോവായിരുന്നു. ഇറാനത് വലിയ പ്രോബ്ലമാണ് ഇസ്രയേലീസും സുന്നീസും ഒരുമിച്ച് കൂടിയാലും. സൗദി അറേബ്യയും ഇസ്രയേലും കൂടി ട്രീറ്റിയിൽ വരാണ്ടിരിക്കാനാണ് ഹമാസിനെ വെച്ചിട്ട് ഇറാൻ അറ്റാക്ക് ചെയ്തത്. ടു കൺക്ലൂഡ്, ഒക്ടോബർ 7ലെ ഇവന്റ് ഇറാന്റെ നാശത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. ഇതിന്റെ മുഴുവൻ പ്ലാനിങ് ഇസ്രയേൽ ചെയ്തിട്ടുള്ളതാണ്. ഇസ്രയേലിന്റെ കംപ്ലീറ്റ് മാസ്റ്റർ പ്ലാൻ ആണ് ഇപ്പൊ പ്ലേ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈമിംഗ് തൊട്ട്, അമേരിക്കൻ ഇലക്ഷന്റെ ടൈമിംഗ് തൊട്ട് എല്ലാം അവർ പ്ലാൻ ചെയ്തതാണ്. സോ വെരി സൂൺ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് വിൽ ബി എൻ ഹിസ്റ്ററി. ഇപ്പൊ ഉടനെ ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യും. ഒന്നില്ലെങ്കിൽ അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്, അല്ലെങ്കിൽ അവരുടെ ഓൾ ദ റിഫൈനറീസ് തകർത്ത് തരിപ്പണാക്കും. അതിനൊക്കെ പുറമെ ഐസിംഗ് ഓഫ് ദ കേക്ക് എന്ന് പറയുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഫ്രീഡം കിട്ടും. ഇപ്പൊ അവിടെ ഒരു ഫ്രീഡവും ഇല്ല. ചിലപ്പോൾ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിയൻ പീപ്പിൾക്കും നന്നായി, അവർക്കും ഫ്രീഡം കിട്ടി. കാരണം നമ്മൾ ഒരുപാട് കൊല്ലം പിന്നിലേക്ക് പോകുമ്പോൾ ഇറാൻ ഒരു വെസ്റ്റേൺ വേൾഡ് മാതിരിയായിരുന്നു. അത്രയും ഡെവലപ്ഡ് കൺട്രി ആയിരുന്നു ഇറാൻ. ഈ ഖൊമേനി വന്നതിന് ശേഷമാണ് എല്ലാം തകർത്തത്. To recap, Israel sacrificed 1,450 people for long-lasting peace. അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് പീസിന് വേണ്ടിയിട്ട് അവരുടെ 1450 ആൾക്കാരെ കുരുതി കൊടുത്താണ്. 2, ഒരു മുസ്ലിം കൺട്രിയും ഇസ്രയേലിനെതിരെ വരില്ല. കാരണം അവരും കൂടി താല്പര്യമാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കല്. 3, അമേരിക്ക ഇപ്പോഴത്തെ ഇവിടുത്തെ ഇലക്ഷൻ സിനാരിയോ കയ്യിലെടുക്കുകയാണെങ്കിൽ അവർക്ക് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല. 2 പാർട്ടിക്കാർക്കും, ഡെമോക്രാറ്റ് പാർട്ടിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഇപ്പോ ജ്യൂസിനെ സപ്പോർട്ട് ചെയ്യാണ്ട് നിവൃത്തിയില്ല. 4, റഷ്യ ഒരു രക്ഷയില്ല. അവർ ഉക്രൈനിൽ ഫുള്ളി സ്ട്രെസ്ഡ് ആണ്. അവർക്ക് ഇവിടെ ഒരു ആംസ് വൈസും അല്ലാണ്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രക്ഷയുമില്ല. ചൈനയാണെങ്കിൽ ഫൈനാൻഷ്യലി ഇൻ എ ബാഡ് പ്ലേസ്. എനിക്ക് തോന്നുന്നത് ഒക്ടോബർ 7th വാസ് ദ സ്ട്രിങ്സ് പുൾഡ് ബൈ ഇസ്രയേൽ. അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഭയങ്കരമായ ബുദ്ധിയിൽ ഉദിച്ച ഒരു പ്ലാനാണ് ഈ ഒക്ടോബർ 7. അവർക്ക് അവരുടെ ഈ എന്നുള്ള റോക്കറ്റ് അറ്റാക്കും ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് തകർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒക്ടോബർ 7 ഒരുപാട് പ്ലാനിങ് ചെയ്തൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.